അപ്പോൾ എന്തുകൊണ്ട് ഇത് പ്യുവർ കോഫി എന്തുകൊണ്ട് സപ്ലൈ ചെയ്തുകൂടാന്നുള്ളൊരു ആശയം വന്നു. AAA മുതൽ ലാസ്റ്റ് ബൾക്ക് ഗ്രേഡ് വരെ ഉണ്ട്. കൂടുതൽ യൂസ് ചെയ്യുന്ന എയർ റോസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാപ്പി സംസ്കരണത്തിലും വിപണനത്തിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിലെ കൽപ്പറ്റയ്ക്കടുത്ത മണിയങ്കോട് സ്വദേശിനിയായ ശാന്തി പാലക്കൽ. കേരളത്തിൽ ധാരാളം വനിതാ സംരംഭകരുണ്ട്. അവരിൽ ഒരാളാണെങ്കിലും സ്വന്തം കൈപ്പുണ്യവും അടുക്കളയിലെ രുചിയും വയനാടൻ കാപ്പിയുടെ പ്രത്യേകതകളും ചേർത്തുവെച്ച് അതിനെ ഒരു മികച്ച സംരംഭമാക്കിയ വ്യക്തിത്വമാണ് ശാന്തിയുടേത്. നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ കോഫി എസ്റ്റേറ്റ് ഉണ്ട് എന്നല്ലാതെ പുറമേന്ന് കോഫി നമ്മൾ അഥവാ വാങ്ങേണ്ടി നോക്കുകയാണെങ്കിൽ ചിക്കറി ചേർത്ത കോഫിയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമ്മൾ അറിയും. അപ്പോൾ എന്തുകൊണ്ട് ഇത് പ്യുവർ കോഫി എന്തുകൊണ്ട് സപ്ലൈ ചെയ്തുകൂടാന്നുള്ളൊരു ആശയം വന്നു. അങ്ങനെ നമ്മളൊരു ആലോചനയിലാണ്. വെറും എസ്റ്റേറ്റ് മാത്രമായിട്ട് പോകണ്ടല്ലോ, എന്തെങ്കിലും ഒരു നമ്മളുടെ സാധനങ്ങൾ ജനങ്ങളിലേക്ക് മറ്റുള്ളവർക്കും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. നമ്മൾ മണിക്കൂറിൽ 100 കിലോ വരെ കാപ്പി വറുത്തു പൊടിക്കാൻ കഴിയുന്ന സംസ്കരണ കേന്ദ്രമാണ് ശാന്തിക്ക് സ്വന്തമായുള്ള ഗ്രീൻ ഗോൾഡ് എക്സ്പോർട്ടേഴ്സ്. ഭൗമസൂചിക പദവി ലഭിച്ച ചോലയിൽ വളരുന്ന വയനാട്ടിലെ റോബസ്റ്റ കാപ്പിക്ക് ആഗോളാടിസ്ഥാനത്തിൽ നല്ല ഡിമാൻഡുണ്ട്. ഈ ഡിമാൻഡ് തിരിച്ചറിഞ്ഞാണ് ശാന്തി സംരംഭം തുടങ്ങിയത്. പരമ്പരാഗത കാപ്പി കർഷകരായ മണിയങ്കോട് MK കുഞ്ഞിരാമൻ നായരുടെയും ദാക്ഷായണി അമ്മയുടെയും മരുമകളാണ് പാലക്കൽ കണ്ണൻ നമ്പ്യാരുടെയും കാർത്യായനി അമ്മയുടെയും മകളായ ശാന്തി പൃഥ്വിരാജ്. സ്വന്തം തോട്ടത്തിൽ തന്നെയാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. പ്രത്യക്ഷമായും പരോക്ഷമായും 12 പേർക്ക് സ്ഥിരം തൊഴിൽ നൽകുന്ന യൂണിറ്റാണിത്. 2016 ഗ്രീൻ ഗോൾഡ് എക്സ്പോർട്ടേഴ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. പരമ്പരാഗത രീതിയിൽ കാപ്പി വറുത്തെടുക്കുന്ന ഡ്രം റോസ്റ്റിംഗ് ആയിരുന്നു ആദ്യം തുടങ്ങിയത്. ഞങ്ങളുടെ അടുത്ത് പല വെറൈറ്റീസ് കോഫീസ് ഉണ്ട്, പല ഗ്രേഡുകളുണ്ട്. AAA മുതൽ ലാസ്റ്റ് ബൾക്ക് ഗ്രേഡ് വരെ ഉണ്ട്. ഏത് വേണമെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം ഞങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ്. അവരെന്താണോ പറയുന്നത്, അവരുടെ ആവശ്യം എന്താണോ അതറിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും. സംരംഭം വളർന്നു വന്നതോടെ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള എയർ റോസ്റ്റിംഗ് ആരംഭിച്ചു. കാപ്പിപ്പരിപ്പ് ഒരേ തരത്തിൽ വറുത്തു കിട്ടുമെന്നുള്ളതാണ് എയർ റോസ്റ്റിംഗ് ടെക്നോളജിയുടെ പ്രധാന പ്രത്യേകത. നമുക്ക് 2 ടൈപ്പ് മെഷീൻസും ഉണ്ട്. എന്നാലും കൂടുതൽ യൂസ് ചെയ്യുന്ന എയർ റോസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേ ഡ്രം റോസ്റ്റിംഗും ഉണ്ട്, പക്ഷേ പെർഫെക്റ്റ് റോസ്റ്റിംഗ് വരുന്നത് എയർ റോസ്റ്റിംഗ് ആണ്. എയർ റോസ്റ്റിംഗ് ആണ് കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും. 12 മിനിറ്റ് കൊണ്ട് 15 കിലോ വറുത്തെടുക്കാവുന്ന യന്ത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വന്തമായുള്ള 25 ഏക്കർ കാപ്പിത്തോട്ടത്തിൽ നിന്നുള്ള കാപ്പി കൂടാതെ വയനാട് ജില്ലയിലെ 10ലധികം പ്ലാന്റർമാരിൽ നിന്ന് സ്ഥിരമായി ശാന്തി കാപ്പി വാങ്ങി സംസ്കരിച്ചെടുത്ത് വിപണനം നടത്തുന്നുണ്ട്. ഗ്രേഡ് AA, ഗ്രേഡ് A, ഗ്രേഡ് AB, ഗ്രേഡ് P ബെറി, ഗ്രേഡ് C എന്നിങ്ങനെ വിവിധതരം കാപ്പി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. കൊച്ചിയിലെ ഒരു കമ്പനിക്കാണ് കയറ്റുമതിക്കായി പ്രധാനമായും കാപ്പിപ്പൊടി നൽകുന്നത്. ഞങ്ങൾ മെയിനായിട്ട് കൊച്ചിയിലൊരു കമ്പനിയിലേക്കാണ് ഇത് കൊടുക്കുന്നത്. അവരവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ നേരിട്ട് ഒരു ഷിപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ എൻക്വയറീസ് ഇപ്പോൾ വന്ന് ഞങ്ങൾ അതിൻ്റെ ആ പ്രോസസ്സിങ്ങിലാണുള്ളത്. ഇപ്പം കൊച്ചിയിലെ കമ്പനി കൂടാതെ ഒരു കപ്പലിലേക്കും സ്ഥിരമായി കാപ്പിപ്പൊടി നൽകാറുണ്ട്. റോബസ്റ്റ തനിയെയും അറബിക്കയും റോബസ്റ്റയും ബ്ലെൻഡ് ചെയ്തും പൊടി വിപണിയിൽ ഇറക്കുന്നുണ്ട്. വയനാട്ടിലെ അറബിക്ക ഇനത്തിൽപ്പെട്ട കാപ്പി ലഭ്യത കുറവായതിനാൽ ചിക്ക്മംഗ്ലൂരിൽ നിന്നാണ് അറബിക്ക കാപ്പി വാങ്ങുന്നത്. പ്രതിവർഷം 60 ടൺ വരെ ഈ സംരംഭം വഴി കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നുള്ള പിന്തുണയാണ് പ്രധാനമായും തന്നെ സംരംഭത്തിൽ നിലനിർത്തുന്നതെന്ന് ശാന്തി പറഞ്ഞു. ഇൻഡസ്ട്രി സെൻ്ററാണ് നമ്മൾ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഫെഡറൽ ബാങ്ക് അവരോട് എന്തായാലും അവർ മാക്സിമം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യത്തിനും ഓരോ ഘട്ടങ്ങളിൽ അവർ വന്നിട്ട് അവരുടെ ഉപദേശങ്ങളും നന്നായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2018 അന്താരാഷ്ട്ര കാപ്പി ദിനത്തിൽ മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള വേവിൻ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുരസ്കാരം നേടിയ ശാന്തി അടുത്ത 1 വർഷത്തിനുള്ളിൽ ഈ മേഖലയിലെ രാജ്യത്തെ ഏറ്റവും മികച്ച വനിതാ സംരംഭകരുടെ പട്ടികയിലേക്ക് ഉയരാനുള്ള ഒരുക്കത്തിലാണ്. പ്രതിസന്ധി നേരിടുന്നതും നവാഗതരുമായിട്ടുള്ള സംരംഭകർക്ക് എന്തായാലും ഒരു പ്രചോദനവും പ്രോത്സാഹനവുമാണ് ശ്രീമതി ശാന്തി പാലക്കലിനെ പോലുള്ള സംരംഭകർ. ഇവരെ പോലെ വിജയഗാഥ രചിക്കാൻ നവാഗതരായ പുതിയ എല്ലാ സംരംഭകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത് നിങ്ങൾക്കൊരു പ്രോത്സാഹനമാകട്ടെ എന്ന് ആകും ഈ പരിപാടി എന്ന് കരുതുകയാണ്. നന്ദി, നമസ്കാരം.